ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. 4 വർഷം ഞാൻ ഇരുന്ന് നിറങ്ങി ആശുപത്രിയിൽ ഒരു മാസം കിടന്ന് പിഴിയിട്ട് എല്ലാം ചെയ്തിട്ട് ഇരിക്കാനും നടക്കാനും ഒക്കാതെ 4 വർഷം എന്നപ്പോഴാണ് എൻ്റെ മോൻ ഇവിടെ അമ്മയുടെ അടുത്തൊരു പനിയുടെ ആവശ്യത്തിന് വന്നത്. അങ്ങനെ ഔഷധം ഇല്ലാതെ രോഗം മാറുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ നടക്കില്ല, അമ്മ നടക്കുകയാണെങ്കിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴും തന്നെയാണ് അമ്മ ഓരോ കാര്യങ്ങളും എൻ്റെ ദോഷങ്ങളും മാറ്റി ഞാൻ നടന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഇപ്പം ഞാൻ നടന്ന് എല്ലാ ജോലികളും ചെയ്യുന്ന എനിക്ക് ഒരു സോപ്പ ഒന്നും എടുക്കാൻ ആക്കൂല. കൈയുണ്ട്, എൻ്റെ കൈയെല്ലാം പൊട്ടി ചിരങ്ങാം. ഇപ്പം എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ എല്ലാ സോപ്പായാലും എന്തൊരെടുത്താലും എനിക്ക് ഒരു കൈക്കൊരു കുഴപ്പമില്ല. പപ്പയ്ക്ക് ഒന്നും കൈ കൊണ്ട് തൊടാൻ ആക്കൂല, ചൊറിച്ചിലും നീറ്റിലുമായിരുന്നു. ഇപ്പം എൻ്റെ കൈക്ക് 2 കൈക്കും ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എണീറ്റ് നിൽക്കുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നു. സ്വന്തമായിട്ട് എൻ്റെ തുണികൾ കഴുകി കൊണ്ട് പുറത്തു കൊണ്ടുവന്ന് വിരിക്കും, എല്ലാം ചെയ്യും. ഒരു ഔഷധവും ഒന്നുമില്ല. അമ്മ വരണ മന്ത്രം മാത്രമേ ഉള്ളൂ. എനിക്ക് ഭഗവാന്റെ സഹായം കൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും ഭാഗ്യത്തിൽ എഴുത്ത് നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യാൻ എനിക്ക് കൽക്കി ഭഗവാനും ഇവിടെ ഇരിക്കുന്ന ഈ അമ്മയും തന്ന ഭാഗ്യമാണ്. അത് എന്നെ വിളിച്ചുകൊണ്ട് പോകണത് വരെ തരണമെന്നാണ് ഞാൻ എല്ലാ ആൾക്കാരുടെയും ഞാൻ പറയുന്നത്. ഇത് വിശ്വസിച്ച് നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് ഇതിന് ഫലമുണ്ട്. ഓം ശ്രീ കൽക്കി ദേവി നമ. എനിക്ക് എഴിക്കാൻ നടക്കാനും ഒന്നും നോക്കാതെ എൻ്റെ കാല് വളഞ്ഞ കാലാണ്. ഒരു 2 കാലെടുത്ത് വയ്ക്കാൻ ഒക്കില്ല, ധരിച്ച് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ വടിയില്ലാതെയാണ് നിൽക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. മണിക്കൂർ കണക്ക് നിന്നാലും എനിക്ക് ഭഗവാൻ എനിക്ക് അതിനുള്ള ശക്തി തരുന്നുണ്ട്. മന്ത്രത്തിൻ്റെ ഭഗവാന്റെ സഹായം കൊണ്ട് എനിക്ക് എല്ലാം ഭഗവാൻ തരുന്നുണ്ട്. ഞാൻ എണീറ്റ് നടന്ന് എല്ലാം ചെയ്യുന്നുമുണ്ട്. വിശ്വസിച്ചാലും അത് അമ്മ പറയും പോലെ അത് എടുത്താലും എടുക്കണവർക്ക് ഫലമുണ്ട്. വിശ്വസിക്കാത്തവർക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷം അമ്മ ഓർക്കുന്ന ദോഷമല്ല, നമ്മളെ ഏറ്റുവാങ്ങിക്കുന്നതാണത്. അമ്മ ആർക്കും ഒരു ദോഷവും ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ തന്നെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. വന്ന് കണ്ട് എല്ലാം തീർന്നിട്ട് അമ്മയും കളഞ്ഞിട്ട് അത് പോകണവർക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇന്ന് ആശുപത്രിയിൽ പോകണ കുഞ്ഞുങ്ങൾ ആട്ടോ ഓടിക്കും, കാറ് ഓടിക്കും, ആശുപത്രിയിൽ പോകും, ലക്ഷങ്ങൾ ചിലവാക്കും. പക്ഷേ ഇവിടെ വന്ന് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ദോഷങ്ങൾ തീർത്തു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പൂജയ്ക്ക് വരെ അതിലേക്ക് സഹകരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് മതി എന്നുള്ളത്. പക്ഷെ ആരും അത് വിശ്വസിക്കുന്നതുമില്ല, കണക്കിലെടുക്കുന്നതുമില്ല. കിട്ടണത് കിട്ടിയത് കുറഞ്ഞ് കിട്ടുമ്പോൾ അവർ അത് കഴിഞ്ഞിട്ടങ്ങ് പോകും. അത് വിശ്വസിച്ചെടുക്കണവർക്ക് ഭാഗ്യം തന്നെയാണ്. എനിക്ക് ഈ ഭാഗ്യം കിട്ടി ഞാൻ എണീറ്റ് നടക്കണത്, എനിക്ക് ഈ ശരീരസുഖം കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസം തന്നെയാണ്. എനിക്കല്ല, എനിക്ക് എൻ്റെ മോനും മക്കൾക്ക് ഞങ്ങൾ 5 പേര് ഒരു വീട്ടിലുണ്ട്. 5 പേർക്കും വിശ്വാസമാണ്. ഇവിടുത്തെ ഇതുകൊണ്ടുള്ള ഒരു ഇതാണ്. ഔഷധങ്ങളൊന്നുമില്ല, എല്ലാവരും രോഗികളായിരുന്നു. ഇപ്പം രോഗങ്ങളുമില്ല, ഔഷധങ്ങളുമില്ല. ഞങ്ങളെ വീടൊരു ആശുപത്രി പോലെയായിരുന്നു. ഇപ്പം യാതൊരു ഔഷധങ്ങളും ഞങ്ങളെ വീട്ടിലില്ല. വളർത്തുന്നതിനായിരുന്നാലും മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, അതുങ്ങൾക്കും ഇല്ല. എന്തെങ്കിലും അസുഖം വന്നാൽ അമ്മയുടെ മന്ത്രം അമ്മ പറയുന്നത് ചെയ്തു ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പറയാണ്, നിങ്ങൾ വിശ്വസിച്ച് അമ്മയുടെ അടുത്ത് വന്ന് അതെടുത്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. അത് അമ്മയുടെ അടുത്ത് വന്നിട്ട് അത് കളഞ്ഞിട്ട് കഴിയാൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്. ശ്രീ കൽക്കി ദേവി നമ. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലും ഇല്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തും.